വാപ്പമാരൊരു പക്ഷേ ABCD അറിയാത്തവരായിരിക്കാം, അവർക്ക് അങ്ങനെയൊന്നും അല്ലാണ്ട് പഠിക്കാൻ പറ്റിയില്ലായിരിക്കാം. സിബ്ലിങ്സ് സംസാരിക്കുമ്പോഴേ അവര് പല ജോക്കും പല തമാശയും പറയും. പക്ഷെ അതൊന്നും ഒരുപക്ഷെ ക്യാച്ച് ചെയ്യാൻ മാതാപിതാക്കൾക്ക് അത്ര അറിവുണ്ടാവില്ല. അപ്പൊ സ്വന്തം വാപ്പയെ കാണുമ്പോഴേ വാപ്പയല്ല എന്ന് പറയേണ്ടി വരും. ഉമ്മക്ക് ഒരു തരി ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ മക്കളെന്നെ പറയും, ഉമ്മ പാരന്റ്സ് ഈവനിങ്ങിന്റെ റിപ്പോർട്ട് കാർഡ് തരുന്ന ദിവസമാണ്, പക്ഷെ നിങ്ങൾ വരണ്ട കേട്ടോ, ഞാൻ എത്താൻ തന്നെ കൂട്ടി പോയിക്കോളാം. എന്തിനാ? താത്തക്ക് ഇംഗ്ലീഷ് അറിയുമല്ലോ, ഉമ്മക്കത് അറിയില്ലല്ലോ, അപ്പൊ ടീച്ചർ മുമ്പിൽ കുറവായി പോണ്ടാന്ന് എന്ന് മക്കൾ പറയുന്ന ഒരു കാലമാണിത്. അങ്ങനെയാണെങ്കിലും സത്യസന്ധമായി ടീച്ചർ പറയുന്നത് ഉമ്മക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ടീച്ചർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെങ്കിൽ ആ തർജ്ജമ ചെയ്ത് കൊടുക്കണം മക്കൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും. ആ ഉമ്മക്കും ഉപ്പക്കും ഒരു നിമിഷം പോലും തോന്നിപ്പോകരുത് എന്റെ മക്കൾക്ക് ഞാനൊരു പോരാത്തവനായി മാറിയല്ലോ എന്ന് തോന്നാൻ ഇടവരുത്തരുത്. ഇത് പഠിപ്പിക്കുകയാണ്. ഇതൊന്നും സ്കൂളിൽ പോയാൽ കിട്ടൂല. ഈ പഠനം നിങ്ങൾക്ക് കോളേജിൽ കിട്ടൂല. ഞാനീ പറയുന്ന ആശയം ഒരു സിലബസിലും നമുക്ക് പഠിക്കാൻ കഴിയില്ല, ഇസ്ലാമിക സിലബസിലൊഴികെ, മതങ്ങളുടെ സിലബസിലൊഴികെ. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണത്. നിങ്ങളുടെ കരുണയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ നിങ്ങൾ താഴ്ത്തിവെക്കേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിലാണ്. ഇത്ര മനോഹരമാണ് ആ പ്രയോഗം.